വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു 10 രൂപയിൽ താഴെ ചിലവായിട്ടുള്ളൂ എനിക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. ആദ്യമായിട്ട് ഒരു നെറ്റിൻ്റെ ഫാബ്രിക് ഞാൻ ഒരു 1.5 മീറ്ററിലധികം നീളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് മടക്കി കൊടുത്തിട്ട് നടുവിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ മോഡലാണ് ഇത്. അതായത് നമുക്ക് ഒത്തിരി ക്യാഷും ചിലവാവില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ സമയവും എടുക്കില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ല ഷേപ്പിലാക്കിയിട്ട് ട്രിം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അടുത്തൊരു പള്ളിപ്പെരുന്നാളുണ്ട്. അപ്പോൾ പോകുമ്പോൾ മോള് ബ്ലാക്ക് ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്. സാധാരണ ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാറില്ല വാശി പിടിക്കുമ്പോൾ. ഇന്നെന്തോ വീഡിയോയ്ക്കും വേണ്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അവൾക്ക് അങ്ങനെ മാച്ച് ഹെയർ ബാൻഡ് ഇടണമെന്നൊന്നും പറയാറില്ല. ഇപ്രാവശ്യം എന്തോ പറഞ്ഞു, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വാശികളെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, എന്നാലും ഇപ്രാവശ്യം ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നടുവിൽ ഞാനൊരു ചെറിയൊരു ഫ്ലവർ ബീഡ് വെച്ചിട്ട് ഒന്നും കൂടി അട്രാക്റ്റ് ചെയ്യാനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കാണെങ്കിലും പലപ്പോഴും കുട്ടികളൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഹെയർ ബോസൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സന്തോഷം തോന്നുന്ന അമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു മോഡലാണ്. വളരെ സിമ്പിളാണ്. അവരുടെ ഡ്രസ്സിൻ്റെ തന്നെ ബാക്കി പീസ് കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ യൂസ് ചെയ്ത ഹെയർ ബാൻഡൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ അത് കളയാണ് ചെയ്യാറ്. അപ്പോൾ അത് കളയാതെ അതിലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഹെയർ ബാൻഡിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഗമ്മൊന്നും ഇല്ലെങ്കിൽ തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഗം വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ തീർന്നിട്ടില്ല. എൻ്റെ അടുത്തൊരു സ്റ്റോൺ ലേസ് കൂടി ഉണ്ട്. അപ്പം ലേസും കൂടി വെച്ച് നമ്മളിതൊന്ന് അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തന്നെ വീഡിയോ കാണിക്കുന്നതുകൊണ്ടാണ്. ഇത് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ വീഡിയോയിലും എല്ലാം കൂടി ചെയ്യണോണ്ടാണ് ഇങ്ങനെ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ ഈ ലേസും കൂടി വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹെയർ ബാൻഡിൽ ലേസും കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 സൈഡിലും വേണമെങ്കിൽ ഫ്ലവർ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്